എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ. ശുഭദിനം. ഇന്നത്തെ എൻ്റെ ഒരു ചിന്ത, നമ്മൾ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ UAE നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ബാഗേജ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബാഗേജ് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 30 കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ ആ ബാഗ് 2-3 പ്രാവശ്യം നമ്മൾ അത് ചെക്ക് ചെയ്യും അല്ലേ? എന്നിട്ട് കറക്റ്റ് ആക്കും. ആ 30 കിലോ തന്നെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം അപ്പോഴത്തെ നമ്മളുടെ ആ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗേജ് ക്ലിയർ ആക്കുക എന്നുള്ളത്. ബാഗേജ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ചിന്ത എന്താണ്? എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തണം. അതായത് അവിടെ ഒരു ചെക്കിങ്ങിന് ഒരു ടൈം ഉണ്ടല്ലോ, ഡ്യൂറേഷൻ. അതിന് മുന്നേ എത്തണമില്ലെങ്കിൽ എനിക്ക് ചിലപ്പം എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കാൻ ഞാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചിന്ത. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ടാക്സി ഞാൻ ബുക്ക് ചെയ്യുന്നു. പിന്നെ ആ സമയത്തിന് തന്നെ അവിടെ എത്താൻ, ട്രാഫിക്കിനെയൊക്കെ മറികടന്നുകൊണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലോ വീണ്ടും നമ്മൾ എയർലൈൻസിൻ്റെ ചെക്കിങ്ങിലേക്ക് പോകുന്നു, ബാഗേജ് ചെക്ക് ചെയ്യുന്നു, വെയിറ്റ് കറക്റ്റാണ്. ബാഗേജ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റഷ് ചെയ്യുന്നു, ഇങ്ങോട്ട് എമിഗ്രേഷനിലേക്ക് റഷ് ചെയ്യുന്നു. അപ്പോൾ എമിഗ്രേഷനിൽ പോയി നമ്മുടെ ക്രെഡൻഷ്യൽ അവിടെ സബ്മിറ്റ് ചെയ്ത് പിന്നീട് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിയുന്നത് വരെ നമുക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള ഉൾക്കണ്ടയാണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിൽ എന്തെങ്കിലും എൻ്റെ ബാഗിനകത്ത് എന്തെങ്കിലും റിമൂവ് ചെയ്യേണ്ടി വരുമോ, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, നമ്മുടെ ക്യാരി ഓൺ ഐറ്റംസിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നു എന്ന്. അപ്പം ഇത്രയും നേരം അതും ചെയ്ത് കഴിയുമ്പം അതുവരെ നമ്മൾക്കില്ലാതിരുന്ന ഒരു വികാരം പെട്ടെന്ന് നമുക്കുണ്ടെന്താ, ഭയങ്കരമായ വിശപ്പ് അല്ലേ? അതുവരെ നമ്മൾ ആ വിശപ്പെന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നേ ഇല്ല. ഈ ബാഗേജിൻ്റെ ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ എമിഗ്രേഷനിലെത്തി, എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് എവിടെ നിന്നില്ലാത്ത ഒരു വിശപ്പ് നമുക്ക് അവിടെ വരുന്നത്. ഉടനെ നമ്മൾ അടുത്ത് കണ്ട ഒരു എന്താ പറയുക, ഒരു ബർഗർ ഷോപ്പിലേക്കോ എന്തെങ്കിലും ഒരു സ്നാക്സ് അല്ലേ ലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണോ എയർപോർട്ടിലോട്ട് വന്നത് അല്ലേ? അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടാകും, ഞാനത് കഴിക്കുന്നുണ്ടാകും. അറ്റ് ദ സെയിം ടൈം എൻ്റെ ശ്രദ്ധ എപ്പോഴും ഗേറ്റിലാണ്. ഗേറ്റ് ഓപ്പൺ ആയോ, എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, ആ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ ഗേറ്റിൽ ഞാൻ പ്രസൻ്റ് ആയിരിക്കണം അല്ലേ? അപ്പം ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എയർപോർട്ടിൽ വന്നത് എന്തിനാണ്? എനിക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ അതിന് വേണ്ടിയാണ്. അപ്പോൾ അടുത്ത എന്തായി, ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തുന്നു, എൻ്റെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്രകാരം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്ലൈറ്റിലോട്ട് പോകുന്നു, ഫ്ലൈറ്റിൽ ഞാൻ പ്ലേസ് ആകുന്നു. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യാത്രയെക്കുറിച്ചാണ്. എന്താണ് ഇവിടെ എൻ്റെ പർപ്പസ് എന്താ, ഇന്നത്തെ എൻ്റെ യാത്രയുടെ പർപ്പസ് എന്തായിരുന്നു? എനിക്ക് നാട്ടിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് എന്തുണ്ടാകും, നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാകണം. ആ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ ഒരു ഗോൾ സെറ്റിങ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് എൻ്റെ ഫ്ലൈറ്റ് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ പ്രോസസ്സുകളുണ്ടല്ലേ? അപ്പോൾ ആ പ്രോസസ്സുകൾ ഞാൻ ഇവിടെയും ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ആ എൻഡ് ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈയിടെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഗോൾ സെറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തെ ജീവിതത്തിന് നമ്മളൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്രമാത്രം ഫിനാൻഷ്യലി സെക്യൂർ ആണോ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിനു മുന്നേ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിൽ നിന്ന് ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക. എൻഡ് എന്താണോ ആ എൻഡിന് വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം. അല്ലാതെ ഒരു എയർപോർട്ടിലെ ഒരു ഫുഡ് കോർട്ടിൽ ഞാൻ അടങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് കൂട്ടാതെ, അങ്ങനെ ആ ഓരോ സെഗ്മെൻറ്റിലും എൻ്റെ ജയമാണ് എൻ്റെ അൾട്ടിമേറ്റ് ജയത്തിലേക്ക് ഞാൻ പോകുന്നത്. സോ ഫിക്സ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, നാളെ മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ശുഭദിനം.